അകത്തോട്ട് വരട്ടെ മുതലാളി. കയറി വാടേ. ഈ മുതലാളിയും തൊഴിലാളിയും ഒന്നും വേണ്ടാന്ന് എത്ര തവണ നിന്റെ കൂടെ പറഞ്ഞതാ. സോറി സാറേ, ശീലം കൊണ്ട് വന്നു പോകുന്നതാ. സാറ് ബോംബെ എന്നപ്പോ എത്തി? ഞാൻ എപ്പോ വന്നാ തനിക്കെന്താ? അങ്ങോട്ടിരി. താങ്ക് യു സാറേ. എന്തിനാ വിളിച്ചേ? തന്നെ പിടിച്ച് ചീഫ് എഡിറ്ററാക്കി എന്നെ പറഞ്ഞാ മതിയല്ല. ഞാൻ 3-4 ദിവസം സ്ഥലത്തില്ലേ, താൻ സകലവും കുളമാക്കും. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താന്നാടേ നമ്മുടെ ചാനലിന്റെ പേര്? അതെന്തൊരു ചോദ്യവാ, അതിപ്പോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നാലും അങ്ങനെയല്ല, തന്റെ വായിന്ന് കേൾക്കുമ്പോ ഒരു സുഖവാ. താനൊന്ന് പറയടോ കിണിക്കാതെ. നഗ്നസത്യം. അത്രേ ഉള്ളോ? മുഴുവൻ ഒന്നുകൂടെ പറഞ്ഞേ. നഗ്നസത്യം സമ്പൂർണ്ണ ചലച്ചിത്ര രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കുറ്റാന്വേഷണ വാർത്താ ചാനൽ. നമ്മൾ വാരിക അടച്ചുപൂട്ടി ഓൺലൈൻ ചാനൽ തുടങ്ങിയത് എന്നായിരുന്നു? അത് മറ്റേ കോവിഡ് കഴിഞ്ഞപ്പോ. അന്ന് മുതല് അങ്ങനെ വച്ചടി കേറി വരുമല്ലായിരുന്നോ? പിന്നല്ലാതെ, എന്തോ സംശയം? പിന്നെ എന്താണോ ഇപ്പൊ ഒരു ഇറക്കം? ഒരിറക്കവും ഇല്ല എന്റെ മുതലാളി. സോറി സാറേ. ആര് പറഞ്ഞു? ചാനലിന്റെ വ്യൂസ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എങ്ങനാടോ ടപ്പേന്നങ്ങ് കീപ്പോട്ട് പോയേ? വ്യൂസ് അങ്ങനെ കേറി ഇറങ്ങിയൊക്കെ നിക്കും സാറേ. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 10-20 ലക്ഷം ഉണ്ടല്ലോ. സബ്സ്ക്രൈബേഴ്സിനെയും കെട്ടിപ്പിടിച്ചിരുന്നോണ്ട് കാര്യമില്ല, വ്യൂസ് അങ്ങനെ കേറി പോണം. അത് എന്താണടാ പറ്റിയത്? ഈ ആഴ്ച നമുക്ക് ചെറിയൊരു അടി പറ്റി. അടിയോ? എന്തടി? മറ്റേ കുറുക്കം മൂലേന്ന് കാണാതായ സിനിമാക്കാരൻ ചെക്കന്റെ കേസില്ലേ? ചെറുക്കന്റെ കേസ്? ആ സ്റ്റോറി നമ്മളെങ്ങനെ കൊഴിപ്പിച്ചുകൊണ്ട് വരുമായിരുന്നു. ആയിരുന്നല്ല. എന്നിട്ട് അവനെ കൊന്നു കെട്ടി തൂക്കിയതാണോ, വിഷം കൊടുത്ത് വെള്ളത്തിൽ താത്തിയതാണോ, അങ്ങനെ പല പല സാധ്യതകളും ഓരോരോ സ്റ്റോറിയായിട്ട് നമ്മളങ്ങനെ കയറ്റിക്കൊണ്ട് വരുമായിരുന്നല്ലോ. എന്നിട്ട് ചെറുക്കൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നോ? അത് മറ്റവന്മാരടിച്ചോണ്ട് പോയി. ആ സ്റ്റോറി നമ്മളെക്കാളും മുമ്പേ അവന്മാര് ബ്രേക്ക് ചെയ്ത് ഇന്റർവ്യൂ എടുത്ത് ഇപ്പം താണ്ടെ ഓരോ പാർട്ടായിട്ട് കൊടുത്തോണ്ടിരിക്കണം. ബെസ്റ്റ്. അതിനിടയ്ക്ക് നമ്മൾ മറ്റേതൊന്ന് കയറ്റിവിട്ട് ഇതൊന്ന് ചീറ്റിക്കാൻ നോക്കി. ഏത്? മറ്റേ നേതാവിന്റെ ആരോപണം, കുഴൽപ്പണം. ക്ലച്ച് പിടിച്ചില്ല. അപ്പോഴേക്ക് അവന്മാർ ആ ചെറുക്കനെ വെച്ച് മറ്റേ കേസ് കയറ്റിവിടാൻ തുടങ്ങി. ഏത് കേസ്? മറ്റേ സംവിധായകന്റെ മറ്റേ കേസേ. സംവിധായകന്റെ മറ്റേ. ആദ്യം പോയി ബിസിനസ് പഠിച്ചിട്ട് വാടോ. പണ്ടത്തെ പോലല്ല, ടൈറ്റ് കോമ്പറ്റീഷൻ അല്ലേ എന്റെ മുതലാളി. ഓരോ മണിക്കൂർ വെച്ച് പുതിയ ഓൺലൈൻ ചാനലുകൾ അങ്ങനെ പൊങ്ങി വന്നോണ്ടിരിക്കുവല്ലേ. അതിനെന്താ, മാർക്കറ്റായ പുതിയ സാധനങ്ങൾ പൊങ്ങി വന്നോണ്ടിരിക്കും. എരിവും ചൂടുമുള്ള സാധനം കൊടുക്കുന്നവന്റെ കയ്യിൽ നിന്ന് ആളുകൾ വാങ്ങിക്കും, അത് വിറ്റുപോകും. അതുണ്ടാക്കി കൊടുക്കുന്നതിലാ മിടുക്ക്. ഏത്? സംഗതി ശരി തന്നെ, പക്ഷേ എന്തോന്ന് പക്ഷേ? ഓരോ സ്റ്റോറിയും കാണുമ്പോ അടുത്തത് കാണാൻ ആവേശം തോന്നണം. അത് കാണുമ്പോ അടുത്തത്, അങ്ങനെ കേറി പോണം. പിടി ഒന്ന് വിട്ടാ തീർന്നു. പറയാ എളുപ്പവാ, ചെയ്യുമ്പോ അറിയാൻ പാട്. അതിന് പണി പഠിക്കണം. എടവാ ചീഫ് എഡിറ്ററേ, ദാ ഈ ബാഗിനകത്ത് എന്താന്ന് അറിയാവാടാ? എന്തുവാ സാറേ? ഒരു കുഞ്ഞറിഞ്ഞു പോവരുത്. ഇല്ലില്ല. ഇത് അടുത്ത 1 മാസത്തേക്ക് നമ്മുടെ വണ്ടി ഓടിക്കാനുള്ള എണ്ണയാടോ. മനസ്സിലായില്ല. മനസ്സിലാവാൻ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? ഞാൻ 3-4 ദിവസം ബോംബെ പോയി നിന്നത് കാറ്റ് കൊള്ളാനാന്ന് വിചാരിച്ചോ? ഒന്ന് തെളിച്ച് പറയണ്ട സാറേ. എടോ, ഇത് മുഴുവൻ നമ്മുടെ സിനിമാക്കാരുടെ സ്റ്റോറീസാ. ഡയറക്ടർമാര്, താരങ്ങള്, സകലവന്മാരുടെ ഉണ്ട്. മൊത്തം ഇന്റർവ്യൂവാ. ഇതുവരെ ലോകത്തൊരുത്തനും കിട്ടാത്ത കുറെ ക്ലിപ്സും ഉണ്ട്, ഫേസ് മാസ്ക് ചെയ്തും ചെയ്യാതെയും. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്യാപ്ഷൻ: കീറുന്ന മുഖംമൂടികൾ, കിടുങ്ങുന്ന സിനിമാ ലോകം. 1.5 മാസം ഓടിക്കോളും. ഞാൻ ആ കാലി വീണൊന്ന് തൊഴട്ടെന്റെ മുതലാളി. അയ്യോ സാറേ. വേഗം സ്റ്റുഡിയോയിൽ കയറി പണി തുടങ്ങിക്കോ. വിട്ടോ. ഇന്ന് തന്നെ ഫസ്റ്റ് എപ്പിസോഡ് കയറണം. ഓക്കെ. പിന്നണിയിൽ രാജ്മോഹൻ കോവളശ്ശേരി, ബിജു കല്ലുവാതുക്കൽ. രചന ടി കെ മനോജൻ.